10 മിനിറ്റ് ലേറ്റ് എന്റെ സീറ്റ് കയറും. പണിയൊന്നും പോലാന്നോ ചേട്ടാ? ഇവിടെ പുതിയ ആളാണ് അല്ലേ? ഓഹോ, അതിനെന്താന്നോ എന്റെ പൊന്നു ചേട്ടാ, ജീവൻ വേണം രക്ഷപ്പെട്ടോ. ചേട്ടൻ വന്ന് പൊട്ടിരിക്കുന്നത് ഒരു വലിയ മടയിലാ. കാര്യം പറയാൻ പറ്റിയ സമയം. എന്റെ പൊന്നു ചേട്ടാ സിംഹം വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കാണ്. ഒന്നുകൂടെ മാറി നിൽക്ക്. മോളു ടെൻഷൻ കൊണ്ട് മാറിപ്പോയതാ. മോളും മാഡം വന്നോ? മാളും മാഡം വന്നോ? ഞാൻ ഈ ഫയൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലായില്ലേ? മാഡം കൃത്യം 9:59 തന്നെ. അപ്പൊ ഇന്നും പണി പാളി. ഇന്നത്തെ ഞാൻ തന്നെ ചെന്ന് കയറിക്കെടുക്ക്. നിന്നെ കടിച്ചു കയറി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് ഈ ഫയൽസ് ആയിട്ട് കയറിച്ചല്ലേ. അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. കൂടെയുള്ളവനെ കൊന്നിട്ട് തന്നെ വേണം നിനക്ക് സമാധാനം കിട്ടാൻ. ഓഹോ, നീ എത്ര നാൾ ആ ശൂർപ്പണയ്ക്ക് മുമ്പേ എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നീ എല്ലാം പോയി വാങ്ങിക്കും. അതാണല്ലോ ജനാധിപത്യം. എന്നാലും ആളും എന്നോടത് വേണ്ടില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് സമാധാനം കിട്ടി. ഹായ്, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെയും പേടിക്കുന്നത്? അതൊക്കെ പറ. ഇവിടെ ചൂരകൾക്ക് വരെ കേൾവിശക്തിയുണ്ട്. പിന്നെ അയ്യോ, ചായ കൊടുത്തില്ല. എന്ത് മടി മനുഷ്യനെ കൊല്ലാനാണോ നീ ഇങ്ങോട്ട് വന്നേ? നിന്നെ കൊല്ലാൻ പോലെ ഞാനല്ല, മാഡം ആയിരിക്കും. എന്താ അവരുടെ പ്രശ്നം? എന്നോട് ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? അതെ, മതി മതി നിർത്തിക്കോ. ആമൻ എഞ്ചിനീയർ, അതായത് ഞങ്ങളുടെ ചായ അടിക്കുന്ന ആളൊന്നല്ല. എന്റെ മനസാക്ഷി കൊണ്ട് ഒരിത്തിരി ചായ ഉണ്ടാക്കി തരാന്ന് വിചാരിച്ചപ്പോ അവരോട് തലേക്കുറി ഇട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ഓഹോ, അന്ന് കഫറ്റീരിയയിൽ ഒരു സ്റ്റാഫിനെ വെക്കണമെന്ന് നീ അന്ന് എന്തോ പറഞ്ഞേ? ഞാൻ ഇവിടെ ഉള്ളപ്പം എന്തിനാണ് മാഡം വേറെ സ്റ്റാഫ്? അങ്ങനെ ചോദിച്ചോളാണോ നീ? അത് പിന്നെ ഇതിപ്പോ എല്ലാം കൂടെ എന്റെ തലയിലായോ? ആ ഇല്ല, ഇനി ആവോ. നീ ആ ചായ എടുത്തേ. അത് ശരി, ചായ ഉണ്ടാക്കിയത് ഞാൻ, എന്നിട്ട് അത് കൊണ്ടുപോയി ക്രെഡിറ്റ് വാങ്ങാൻ പോകുന്നത് അവള്. തിരുങ്ങനെ വിട്ടാ ശരിയാവില്ല. ആരാടോ മാറങ്ങോട്ട്. താൻ പേടിച്ച് വരണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ ആ ഗണത്തിൽ കൂട്ടണ്ട. എനിക്ക് ആരെയും പേടിയില്ല, അതോടത്തെ കൊച്ചമ്മനാണെങ്കിലും. പിന്നെ അധികാരം കാണിച്ച് പേടിപ്പിക്കാനാണെങ്കിൽ തിരിച്ചു വരട്ടാൻ എനിക്കും അറിയാം. എന്നെ അറിയാൻ പാടില്ല. പിന്നെ ചില സമയത്ത് ഞാൻ പറയുന്നത് ഞാൻ പോലും കേൾക്കാറില്ല, അറിയാവോ? എടി, ഒന്ന് പെട്ടെന്ന് മാഡം നിന്നെ അന്വേഷിക്കുന്നു. എന്നെ അന്വേഷിക്കുന്നു? എന്തിന്? ഞാനിപ്പോ എന്ത് ചെയ്തു? ചായ ഉണ്ടാക്കി കൊടുത്തത് പ്രശ്നമായിട്ടുണ്ടാവോ? എന്നോട് അമ്മ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുതെന്ന്. അർജുനും ഫലങ്ങളും പാർത്തും ബാക്കി ആരെങ്കിലും ആവട്ടെ, മാറണോ? Last one. Okay, then get lost. Who the hell are you? Who gave you the permission to enter into my office? Get lost, you filthy pigs. അതാണ് ഞങ്ങളുടെ ആലിസ് മാഡം. ഇതാണ് ആലിസ് മാഡത്തിന്റെ വണ്ടർലാൻഡ്. ഈ വണ്ടർലാൻഡിലെ മാഡത്തിന്റെ ടോയ്സ് ആണ് ഞങ്ങൾ. തോന്നുമ്പോ ഞങ്ങൾ മാഡം തെക്കോട്ടും വടക്കോട്ടും എടുത്തിട്ട് അടിക്കും. അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. പിന്നെ ഇതിനെല്ലാം എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഏകാധിപതികൾക്കൊക്കെ നല്ല പണിയിടുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത മിസൈൽ വന്ന് വീഴാൻ പോകുന്നത് ഞങ്ങളുടെ മാഡത്തിന്റെ ക്യാബിനിലായിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അത് കാണാനായി നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ക്ഷണിക്കുന്നു. ആരംഭിക്കലാമാ നമ്മുടെ ഡെസ്ക് ടോക്സ്.